എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ, കൊമങ്ങിൻ തൈകൾ, ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ, ആമ്പൽ, താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ, അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. കരുവാരക്കുണ്ടിൽ വന്യമൃഗം കെണിയിൽ കുടുങ്ങുന്നത് ഇതാദ്യം. കടുവയും പുലിയും ഒക്കെ വനംവകുപ്പിന്റെയും പ്രദേശവാസികളുടെയും ക്യാമറ കണ്ണുകളിൽ പതിയുന്നത് നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടും പലതവണ കെണികൾ സ്ഥാപിച്ചിട്ടും ആദ്യമായാണ് പുലി കെണിയിലാകുന്നത്. കെണിയിലാകപ്പെട്ട പുലിയെ കാണാൻ നിരവധി ആളുകളാണ് കേരള എസ്റ്റേറ്റ് കുനിയന്മാട് മല കയറിയത്. കടുവ, പുലി, ആന, കാട്ടുപോത്ത്, കരടി തുടങ്ങി ആക്രമണകാരികൾ ഏറെയുള്ള സൈലന്റ് വാലി വനമേഖലയോട് ചേർന്ന പ്രദേശമാണ് കരുവാരക്കുണ്ട്. അതിനാൽ തന്നെ ഇത്തരം മൃഗങ്ങൾ കരുവാരക്കുണ്ടിൽ കാണപ്പെടുന്നതിൽ വലിയ അതിശയമൊന്നുമില്ല. പുലർച്ചെ ടാപ്പിങ്ങിനിറങ്ങുന്ന തൊഴിലാളികളും വെള്ളച്ചാട്ടങ്ങളിൽ കുളിക്കാൻ പോകുന്നവരും കടുവ, പുലി എന്നിവയെ നേരിൽ കാണുകയും ചിത്രങ്ങൾ പകർത്തുകയുമെല്ലാം ചെയ്തതാണ്. ഇതിനു പുറമെ വളർത്തുമൃഗങ്ങൾ ആക്രമിക്കപ്പെടുന്നതും സ്ഥിരം സംഭവമാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ പാന്ത്ര, കൽക്കുണ്ട്, കുണ്ടോട എന്നിവിടങ്ങളിൽ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ കെണികളും സ്ഥാപിക്കാറുണ്ട്. 2 വർഷം മുൻപ് കടുവ വേട്ടയാടിക്കൊന്ന കാട്ടുപന്നിയുടെ ജഡം ഇരയാക്കി വെച്ച് കുണ്ടോടയിലും മേലേപ്പാന്ത്രയിലും കെണികൾ സ്ഥാപിക്കുകയും ഇതിനരികിൽ വരെ എത്തിയ കടുവ പിടികൊടുക്കാതെ രക്ഷപ്പെട്ട സംഭവവും ഉണ്ടായിട്ടുണ്ട്. കാളികാവ് അടക്കാക്കുണ്ടിലെ പാറശ്ശേരിയിൽ ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂർ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടെയാണ് ഇത്രയേറെ ഗൗരവമായ തിരച്ചിലിലേക്ക് വനംവകുപ്പ് കടന്നത്. 15 ദിവസമായി മലയും പുഴയും കാടും താണ്ടി വനപാലകർ കടുവയ്ക്കായുള്ള തിരച്ചിലിലാണ്. 6 ഇടങ്ങളിൽ കെണികളും സ്ഥാപിച്ചു. ഒടുവിൽ കടുവയ്ക്ക് വെച്ച കൂട്ടിൽ അകപ്പെട്ടതാകട്ടെ പുള്ളിപ്പുലിയും. നരഭോജി കടുവയുടെ സാന്നിധ്യം കുനിയന്മാട് മേഖലയിൽ സ്ഥിരീകരിച്ചതിനാലാണ് വനംവകുപ്പ് ഇവിടെ കെണി സ്ഥാപിച്ചത്. ഇരയായി ഒരു ആടിനെയും കെണിയിൽ വെച്ചു. വെള്ളിയാഴ്ച രാവിലെ കെണി പരിശോധിച്ചപ്പോഴാണ് കടുവയ്ക്ക് പകരം ലക്ഷണമൊത്ത ഒന്നാന്തരം പുള്ളിപ്പുലി കുടുങ്ങിയത് കണ്ടത്. പുലി കുടുങ്ങിയ വാർത്ത കാട്ടുതീ പോലെ പടർന്നതോടെ കാണുന്നതിനായി നിരവധി പേർ കുനിയന്മാട് മല കയറി. കഴിഞ്ഞ ദിവസം ചേരിയിൽ വളർത്തുനായയെ ആക്രമിച്ച പുലിയാകാം ഇതെന്നാണ് നിഗമനം. എന്തായാലും കരുവാരക്കുണ്ടിൽ സ്ഥാപിച്ച കെണികളിൽ കുടുങ്ങിയ ആദ്യ വന്യമൃഗം എന്ന നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ഈ പുള്ളിപ്പുലി. ന്യൂസ് ബ്യൂറോ, കരുവാരക്കുണ്ട്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.